നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശിവരാത്രി ആശംസകൾ. ഞങ്ങളുടെ അമ്പലം ശിവരാത്രിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭാരതീയർ അതീവ ഭക്തിയോടുകൂടി ആഘോഷിക്കുന്ന പുണ്യദിനമാണ് മഹാശിവരാത്രി. കുംഭമാസത്തിലെ കറുത്ത പക്ഷ ചതുർത്ഥിദശി നാളിലാണ് നാം ശിവരാത്രി ആഘോഷിക്കുന്നത്. ലോകരക്ഷാർത്ഥം ഭഗവാൻ പരമശിവൻ കാളകൂട വിഷം പാനം ചെയ്തതിൻ്റെയും ശിവപാർവതി വിവാഹം നടന്നതിൻ്റെയും ഓർമ്മ പുതുക്കുന്ന ദിനം കൂടിയാണ് ശിവരാത്രി. ശിവരാത്രിയുമായി ബന്ധപ്പെട്ടും പ്രധാനമായും 3 ഐതിഹ്യങ്ങളാണ് പ്രചാരത്തിലുള്ളത്. അതിലൊന്നാമത്തത് പാലാഴി മദനവും കാളകൂട വിഷവും. അതായത് ദേവാസുരന്മാർ അമൃതിനായി പാലാഴി മദനം ചെയ്തപ്പോൾ അതിൽ നിന്നും മാരകമായ കാളകൂട വിഷം പുറത്തു വന്നു. ലോകത്തെ നശിപ്പിക്കാൻ ശേഷിയുള്ള ആ വിഷത്തിൽ നിന്നും പ്രപഞ്ചത്തെ രക്ഷിക്കാൻ ഭഗവാൻ ശിവൻ അത് പാനം ചെയ്യുകയുണ്ടായി. വിഷം വയറ്റിലെത്തിയാൽ മരിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പാർവതി ദേവി ശിവൻ്റെ കഴുത്തിൽ മുറുക്കി പിടിക്കുകയും അത് പുറത്തു പോയാൽ അതുപോലെ തന്നെ നമ്മുടെ ലോകം നശിക്കുന്നതുള്ളതുകൊണ്ടും ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ വായു പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം തൊണ്ടയിൽ തങ്ങി നിൽക്കുകയും ശിവൻ്റെ കണ്ഠം മുഴുവൻ നീല നിറമാവുകയും ചെയ്തു. ഇങ്ങനെ ശിവന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചു. കൂടാതെ ഭഗവാന് വിഷത്തിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ദേവീദേവന്മാർ ആ രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഭഗവാനെ രക്ഷിച്ച ആ രാത്രിയുടെ സ്മരണയ്ക്കായാണ് നാം ശിവരാത്രി ആഘോഷിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഐതിഹ്യം എന്താണെന്ന് പറയാം. അത് ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുള്ള ഒരു തർക്കമാണ്. അതായത് ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നതിനെ ചൊല്ലി തർക്കമായി. അപ്പോൾ അവരുടെ ഇടയിലേക്ക് അനന്തമായ ഒരു ജ്യോതിർലിംഗം പ്രത്യക്ഷപ്പെട്ടു. ഇതിൻ്റെ അഗ്രവും ചുവടും ആര് കണ്ടെത്തുന്നവോ അവരാണ് ശ്രേഷ്ഠനെന്ന് അവർ നിശ്ചയിച്ചു. അതിനായി വിഷ്ണു വരാഹരൂപമെടുത്ത് ജ്യോതിർലിംഗത്തിൻ്റെ താഴേക്കും ബ്രഹ്മാവ് ഹംസമായി മുകളിലേക്കും യാത്ര തിരിച്ചു. എന്നാൽ 2 പേർക്കും അറ്റം കണ്ടെത്താൻ ആയില്ല. ഈ ജ്യോതിർലിംഗമായി ശിവൻ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ശിവരാത്രി എന്നും വിശ്വസിക്കപ്പെടുന്നു. ഇതൊരു മറ്റൊരു ഐതിഹ്യമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. അത് ശിവപാർവതി പരിണയമാണ്. അതായത് സതീദേവിയുടെ മരണശേഷം ഭഗവാൻ ശിവൻ പാർവതി ദേവിയെ വിവാഹം കഴിച്ചത് മഹാശിവരാത്രി നാളിലാണെന്ന് പറയപ്പെടുന്നു. പ്രകൃതിയും പുരുഷനും അതായത് ശക്തിയും ശിവനും ഒന്നിക്കുന്ന ഈ ദിനം അതീവ പവിത്രമായി കരുതപ്പെടുന്നു. ഇനി നമുക്ക് ശിവരാത്രിയിലെ പ്രധാന ആചാരങ്ങളെക്കുറിച്ച് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ഉപവാസം. ശരീരത്തെ ശുദ്ധീകരിക്കാൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു. ഈ രണ്ടാമത്തത് ജാഗരണം. രാത്രി മുഴുവൻ ഉറക്കമടച്ച് ഓം നമഃ ശിവായ മന്ത്രം ജപിക്കുന്നു. ഇനി മൂന്നാമത്തത് അഭിഷേകം. ശിവലിംഗത്തിൽ പാലും നെയ്യും തേനും കൊണ്ട് അഭിഷേകം നടത്താം. ഇനി നമുക്ക് ശിവരാത്രി വ്രതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിയാം. അതിൽ അടുത്തതായി ശിവരാത്രി ദിവസം പുലർച്ചെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുക. കൂടാതെ ഓം നമഃ ശിവായ മന്ത്രം ജപിക്കുക. പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ ഒരിക്കലിൽ ഫലങ്ങളും പാലും മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. രാത്രി മുഴുവൻ ഉറക്കളച്ച് ശിവനാമം ജപിക്കണം. പിറ്റേന്ന് രാവിലെ തീർത്ഥം സേവിച്ച് മാത്രമേ വ്രതം അവസാനിപ്പിക്കാൻ പാടുള്ളൂ. ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ ചേച്ചിമാരെല്ലാം വളരെ സുന്ദരികളായിട്ട് വന്ന് അതീവ ഗംഭീരമായിട്ട് തിരുവാതിര കളിച്ചു. ഒരുപാട് ആൾക്കാർ കാണാനുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ടാണ് അവർ കളിച്ചത്. ഈ തിരുവാതിരകൾക്ക് ശേഷം നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു പൂമൂടൽ ചടങ്ങും
കൂടാതെ ഒരു ഭക്തി ഗാനമേളയും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് മൂലം നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കാനും മനസ്സിനെ ശുദ്ധീകരിക്കാനും സാധിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഓം നമഃശിവായ മന്ത്രങ്ങൾ ഉരുവിട്ട് ഭക്തിപൂർവ്വം ഈ ശിവരാത്രി നമുക്ക് ആഘോഷിക്കാം. എല്ലാവർക്കും നന്മ ചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പുതിയ പുതിയ വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവർക്കും ശുഭദിനം.